ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൽ മെയിനായിട്ട് 5 ലാഡേഴ്സാണ് വരുന്നത്. അതിലേറ്റവും ടോപ്പിൽ ബ്രാഹ്മിൻസ് ആയിരുന്നു. ബ്രാഹ്മിൻസ് അവരുടെ ജോലി എന്ന് പറയുന്നത് പ്രീസ്റ്റുകൾ, അതായത് അമ്പലത്തിലെ പൂജാരികളും അതുപോലെ തന്നെ സ്കോളാർസുമായിരുന്നു, പണ്ഡിതന്മാരുമായിരുന്നു. ക്ഷത്രിയാസ് ആണ് സെക്കൻഡ് ലാഡറിൽ വരുന്നത്. അവർ ബ്രാഹ്മിൻസ് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം ക്ഷത്രിയർക്കായിരുന്നു. ക്ഷത്രിയർ എന്ന് പറയുന്നത് അവർ റൂളേഴ്സും, അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണാധികാരികളും സോൾജിയേഴ്സുമായിരുന്നു. അതുപോലെ വൈശ്യർ, അവർ മേർച്ചൻസ് ആയിരുന്നു, വ്യാപാരികളായിരുന്നു, തേർഡ് വിഭാഗത്തിൽ വരുന്ന. പിന്നെ ഇതിനേക്കാളും ഏറ്റവും താഴ്ന്നത് ശുദ്രർ സ്ലേവ്സ് ആയിട്ടായിരുന്നു അവരെ കണക്കാക്കിയിരുന്നത്, അടിമകളായിട്ട്. അവരുടെ ജോലി അവർ കർഷകരായിരുന്നു, അതുപോലെ തന്നെ ലേബറേഴ്സ് ആയിരുന്നു, സെർവൻസ് ആയിരുന്നു. ഏറ്റവും ലോ പൊസിഷനിൽ വരുന്നത് അൺടച്ചബിൾസ് എന്നുള്ള വിഭാഗക്കാരാണ്. തൊട്ടാൽ രക്തം അശുദ്ധിയാകും എന്നുള്ള വിശ്വാസം പുലർത്തിയിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അൺടച്ചബിൾസിന് ഒരുപാട് ഇനീക്വാലിറ്റീസ് നേരിടേണ്ടി വന്നു, സപ്രഷൻ നേരിടേണ്ടി വന്നു. അവർ സോഷ്യൽ ഔട്ട്കാസ്റ്റ് ആയിട്ടായിരുന്നു അവരെ കണക്കാക്കിയിരുന്നത്. അതായത് സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട വിഭാഗം വളരെ നീചമായിട്ട് അവർക്ക് ഒരുപാട് ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നു, അനീതികൾ ഏൽക്കേണ്ടി വന്നു. ഇതിനെതിരെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായി. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന, ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം 1891 ജനിച്ചത്. അദ്ദേഹം ഒരു മഹർ കാസ്റ്റിൽപ്പെട്ട ആളായിരുന്നു. മധ്യപ്രദേശിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അങ്ങനെ അദ്ദേഹം നേരിട്ട അനീതികൾക്കെതിരെ അദ്ദേഹം പോരാടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഫലം കാണുകയും ചെയ്തു. ഹി അഡ്വക്കേറ്റഡ് ഫോർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ദി അൺടച്ചബിൾസ് എന്നുള്ള ആ ഒരു കാറ്റഗറി തന്നെ, അത് ഇവർ ആരോപിക്കപ്പെടുന്ന ഇത് തന്നെ ഒരു ശരിയായ പ്രവണതയല്ല എന്ന് അദ്ദേഹം നിരന്തരമായിട്ട് വാദിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഡെത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ അദ്ദേഹം ബുദ്ധിസം എന്നുള്ള റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയായിരുന്നു. താരാബായ് ഷിൻഡെ ഒരു അപ്പർ മറാത്തി ഫാമിലിയിൽ ജനിക്കുകയും അതിനുശേഷം അവർ റിലീജിയസ് ടെക്സ്റ്റുകൾ എടുത്ത് വായിക്കുകയും അതിൽ മെയിനായിട്ട് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് രാമായണത്തെയും മഹാഭാരതയുമാണ്. അതിൽ നേരത്തെ പറഞ്ഞ പണ്ഡിറ്റ് രാമാബായിയുടെ സെയിം ഒപ്പീനിയൻ ആയിരുന്നു അവർക്കും. ആൻറ്റി വുമൻ റിലീജിയസ് ടെക്സ്റ്റുകളാണ് ഉള്ളത് എന്നുള്ളതായിരുന്നു വാദം. ഓൾ ഇന്ത്യ വുമൻസ് കോൺഗ്രസ് 1920 രൂപപ്പെടുകയും ചെയ്തു. സോ ക്രോസ് കസിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിൽഡ്രൻ ഓഫ് മദേഴ്സ് ബ്രദർ, അതായത് അമ്മാവൻ്റെ മക്കൾ, അവർ വിവാഹം കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ പെർമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ചൈൽഡ് ഓഫ് ഫാദർ സിസ്റ്റർ, അമ്മായിൻ്റെ മക്കൾ. സോ ഇതൊക്കെയാണ് പാരലൽ കസിൻസും ക്രോസ് കസിൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, കാസ്റ്റ് എന്ന് പറയുന്നത് ബൈ ബർത്ത് ആണ്, അതായത് ജന്മന നമുക്കത് മാറ്റാൻ കഴിയില്ല. ബട്ട് ക്ലാസ് എന്നുള്ളത് ബൈ പ്രൊഫഷൻ നമുക്കത് മാറ്റാൻ കഴിയും. നമ്മുടെ വെൽത്ത് കൂടുന്നതിനനുസരിച്ച് ഹൈ ക്ലാസ്, ലോവർ ക്ലാസ് എന്നുള്ള ലോവർ ക്ലാസ്സിൽ നിന്നും ഹയർ ക്ലാസ്സിലേക്ക് പോകും. ബട്ട് കാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോട്ടൺ ബൈ ബേർത്ത്സ്. ഒരാൾ പണ്ട് കാലത്ത് ആൻഷ്യൻറ്റ് കാസ്റ്റ് സിസ്റ്റം ആണെങ്കിൽ ഒരു വൈശ്യർ അല്ലെങ്കിൽ ശുദ്രർ എന്നുള്ള വിഭാഗത്തിൽ പെട്ട ആൾ, അദ്ദേഹത്തിന് കാലാകാലവും ശുദ്ര എന്നുള്ള വിഭാഗത്തിൽ അങ്ങനെ ആവാനേ കഴിയും. എന്നാൽ ക്ലാസ് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് പ്രോൺ ടു ചേഞ്ച്, അത് മാറ്റാൻ കഴിയും. അത് നമുക്ക് വെൽത്ത് കൂടുന്നതിനനുസരിച്ച്, ഇക്കോണമി കൂടുന്നതിനനുസരിച്ച് അത് മാറ്റാൻ കഴിയും. അപ്പം ഗ്രോത്ത് ഓഫ് സോഷ്യൽ ക്ലാസസ് ഇൻ റൂറൽ ആൻഡ് അർബൻ സെക്ടർ, അത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു കോൺസിക്വൻ്റ് ആയിരുന്നു. ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു റൂറൽ ഇന്ത്യയിൽ. അതിൽ ഏറ്റവും ഉണ്ടായിരുന്നത് ലാൻഡ് ലോഡ്സ് ആയിരുന്നു. ഏറ്റവും ടോപ്പിൽ ലാൻഡ് ലോഡ്സ്. അതുപോലെ അതിൽ പെസൻസ് പ്രൊപ്രൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, ടെനൻസ് ഉണ്ടായിരുന്നു. ഈ
കൃഷിയിടങ്ങളൊക്കെ പാട്ടത്തിന് വാങ്ങിക്കൊണ്ട് കൃഷി ചെയ്യുന്നവർ, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെതായ ആർട്ടിസൻസ്, അതായത് കൈത്തൊഴിൽ എടുക്കുന്ന കാർപ്പൻറ്റേഴ്സ്, അയൺ സ്മിത്ത്, പോട്ടേഴ്സ് ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏർബൻ ഇന്ത്യയിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സസ് ആയിരുന്നു ഏറ്റവും ടോപ്പിൽ. പിന്നെ കോർപ്പറേറ്റ് സെക്ടർ ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, പെറ്റി ആൻഡ് ട്രഡീഷണൽ ഷോപ്പ് കീപ്പേഴ്സ്, വർക്കിംഗ് ക്ലാസ്, കൂലിപ്പണി എടുക്കുന്നവർ. ഇങ്ങനെയായിരുന്നു ഈ ഒരു ലാഡർ എന്ന് പറയുന്നത്, സോഷ്യൽ ക്ലാസ്സസ് ഇൻ ഏർബൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫാമിലി ആൻഡ് മാരേജ് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി എന്നിങ്ങനെ മെയിനായിട്ട് രണ്ട് തരം ഫാമിലികളാണ് ഉണ്ടായത്. ജോയിൻറ്റ് ഫാമിലി നമുക്കറിയാം കൂട്ടുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബം. അതുപോലെ തന്നെ മാരേജ് സിസ്റ്റം എന്ന് പറയുന്നത് മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു വൈഫ് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. ഹിന്ദു റിലീജിയനിൽ മോണോഗമിയാണ് എൻകറേജ് ചെയ്യപ്പെടുന്നത്. മുസ്ലിം റിലീജിയനിൽ അപ് ടു 4, അതായത് വെൽത്തിനനുസരിച്ച്, കഴിവിനനുസരിച്ച് അപ് ടു 4 വൈഫ്സ് വരെ ആവാം. പോളിജിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോർ ദാൻ 1 വൈഫാണ്. ഓക്കെ, ഒന്നിലധികം വൈഫുമാരാണ് പോളിജിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബഹുഭാര്യത്വം എന്ന് പറയും. അതുപോലെ തന്നെ പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ ബഹുഭർത്തൃത്വമാണ് പോളിയാൻഡ്രി. ഇതിൽ മോണോജിനിയും പോളിജിനിയും ഒരു കോമൺ ആയിട്ടുള്ള ട്രെൻഡാണ് ഇന്ത്യയിലുള്ളത്. 90% മോണോഗമിയാണ്. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് കിൻഷിപ്പ് സിസ്റ്റം ഇൻ സൗത്ത് ഇന്ത്യ ആൻഡ് നോർത്ത് ഇന്ത്യ. ഇതിൽ 2 സിസ്റ്റമാണ് മെയിനായിട്ടുള്ളത്, പെട്രിലിനിയേജ് സിസ്റ്റവും അഫിനൽ സിസ്റ്റവും. പെട്രിലിനിയേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലോസ് റിലേറ്റീവ്സ് ആണ്, ഇമ്മീഡിയറ്റ് ഫാമിലി ബോണ്ടിങ്സ്. അഫിനൽ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻലോസ് ആണ്. ഇൻലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ബ്രദർ ലോ, സിസ്റ്റർ ഇൻ ലോ, അതുപോലെ തന്നെ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, അങ്ങനെ ഇൻലോസ് ആണ് അഫിനൽ റിലേഷനിൽ പെടുന്നത്. ഇതിൽ തന്നെ ഈ മാരേജ് ചെയ്യാൻ കഴിയുന്ന പെർമിറ്റഡ് ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, ചെയ്യാൻ പറ്റാത്ത കസിൻസും ഉണ്ട്. ഇവരെ പാരലൽ കസിൻസ് എന്നും ക്രോസ് കസിൻസ് എന്നും വിശേഷിപ്പിക്കപ്പെടും. ക്രോസ് കസിൻസ് പരസ്പരം വിവാഹം കഴിക്കാൻ പെർമിറ്റഡ് ആണ്. ബട്ട് പാരലൽ കസിൻസ് സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും വിവാഹം കഴിക്കാൻ പെർമിറ്റഡ് അല്ലാത്ത ആളുകളാണ്. പാരലൽ കസിൻസ് അതായത് വിവാഹം കഴിക്കാൻ കഴിയുന്ന വിഭാഗം എന്ന് പറയുന്നത് ചിൽഡ്രൻ ഓഫ് ഫാദേഴ്സ് ബ്രദേഴ്സ്, അതായത് ഫാദറിൻ്റെ ബ്രദറിൻ്റെ കുട്ടികൾ പരസ്പരം വിവാഹം കഴിക്കാം. അതുപോലെ തന്നെ പാരലൽ കസിൻസ് ചൈൽഡ് ഓഫ് ഫാദേഴ്സ് ബ്രദർ, അവർ പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ചൈൽഡ് ഓഫ് മദേഴ്സ് സിസ്റ്റർ, മദറിൻ്റെ സഹോദരിയുടെ മക്കൾ, ഇവർ പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇവർ പാരലൽ കസിൻസ്, ക്ലോസ് കസിൻസ് ആയിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് റിലേഷൻ അത്രയും റിജിഡ് ആയതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മദേഴ്സ്. ജ്യോതിബ ഫൂൽ മറ്റൊരു ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. മാലി കാസ്റ്റിൽ, അതായത് ശൂദ്ര വർണ്ണത്തിൽപ്പെട്ട ജ്യോതിബ ഫൂൽ ബ്രാഹ്മിൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെ മാക്സിമം എതിർക്കുകയും അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി എന്നുള്ള പ്രവണതയെ തുടച്ചു നീക്കണം എന്നുള്ള ശബ്ദമുയർത്തുകയും ചെയ്തു. റിലീജിയസ് ടെക്സ്റ്റുകളും വേദാസും ഇതൊക്കെ അവർ ഡിനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ വുമൻസ് എഡ്യൂക്കേഷനെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൽ, ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വാദം അവർ പ്രകടിപ്പിക്കുകയും ഇതിന് പ്രതികാരമെന്നോളം അവർ ഹി എഡ്യൂക്കേറ്റഡ് ഹിസ് ഇല്ലിറ്ററേറ്റ് വൈഫ് സാവിത്രി ബായി, തൻ്റെ നിരക്ഷയായിട്ടുള്ള ഭാര്യ സാവിത്രി ബായിക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന ആ ടൈമിലൊക്കെ ജന്മി സിസ്റ്റം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. ജന്മി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാർമേഴ്സിന് വരുമാനം കൊടുക്കാതെ അവർക്ക് ഒരു ബാട്ട സമ്പ്രദായം പോലെ അവർ പണിയെടുക്കുകയും, ജന്മികൾ
ൾക്ക് വേണ്ടി അല്ലെങ്കിൽ അഹോരാത്രം അവർ ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുകയും വിളകളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും, എന്നാൽ അവർക്ക് പകരം നൽകുന്നത് കുറച്ച് ധാന്യങ്ങളോ അല്ലെങ്കിൽ അവർ ഉൽപ്പാദിക്കുന്ന വിളകളോ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള എണ്ണമോ ആണ്. ഈ ഒരു സമ്പ്രദായത്തെ വളരെ ശക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാകുകയും ഇതിന് അനുകൂലമായിട്ടുള്ള നിലപാട് ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ വില്ലേജുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇന്ത്യയിലെ വില്ലേജുകൾ സ്മോൾ റിപ്പബ്ലിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരൊരു സെൽഫ് സഫിഷ്യൻറ്റ് യൂണിറ്റ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ വില്ലേജുകളാണ് ഇന്ത്യയുടെ സോൾ എന്ന് മഹാത്മാഗാന്ധി, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പറയുന്നത്, ഇന്ത്യയുടെ സോൾ എന്ന് പറയുന്നത് വില്ലേജുകളിലാണ് എന്നുള്ളത്. പക്ഷേ വില്ലേജും ഏർബനും, അതായത് വില്ലേജും അതുപോലെ തന്നെ ഏർബൻ ഏരിയാസും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു കണ്ടിന്യം, ഒരു ഡൈനാമിക്സ് ഉണ്ട്. നമുക്കറിയാം, വില്ലേജുകൾ നമ്മൾ പൂർണ്ണമായിട്ടും വില്ലേജിനെ ആശ്രയിക്കുക എന്നുള്ളത് അസാധ്യമാണ്. മാർക്കറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല മേളകൾ, വില്ലേജുകളിൽ നടക്കുന്ന മേളകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ഉണ്ടാവും, സെലിബ്രേഷൻസ് ഉണ്ടാവും. ഇതിനൊക്കെ നഗരങ്ങളിൽ നിന്ന് ആളുകൾ വില്ലേജിലേക്ക് വരികയും അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് ആളുകൾ നഗരങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. അതുപോലെ ഏർബൻ ഏരിയാസിൽ, പട്ടണങ്ങളിലുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അവരെ തന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങൾ മാത്രം ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ധാന്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ, ഗ്രെയിൻസ് കിട്ടണമെങ്കിൽ, നെല്ലൊക്കെ കിട്ടണമെങ്കിൽ, അരിഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും വില്ലേജുകൾ ആശ്രയിച്ചേ മതിയാവും. അതുകൊണ്ട് വില്ലേജ് ആസ് എ സെൽഫ് സഫിഷ്യൻറ്റ് യൂണിറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു മിത്ത് മാത്രമാണ്, ഒരു ഇല്ലാത്ത കാര്യം മാത്രമാണ്. അല്ലെങ്കിൽ ഏർബൻ ഏരിയ ആസ് എ സെൽഫ് സഫിഷ്യൻറ്റ് യൂണിറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ രണ്ടും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വില്ലേജുകളിൽ ടെക്നോളജി വരികയും ഈ ടെക്നോളജി മൂലം അതൊരു കോർപ്പറേറ്റ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആവുകയും ചെയ്തു. ഇതുമൂലം ആളുകൾ പലപ്പോഴും വില്ലേജിൽ നിന്നും ഏർബൻ ഏരിയാസിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുകയും അങ്ങനെ ഏർബനൈസേഷൻ എന്നുള്ള പ്രവണത വരികയും ചെയ്തു. അങ്ങനെ പെസൻസിൻ്റെ ഇടയിൽ തന്നെ അവർ ബുർഷ്വ അല്ലെങ്കിൽ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ക്ലാസ്സുകളായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ വില്ലേജ് ആസ് ആൻ എക്കണോമിക്കൽ യൂണിറ്റ് എന്നുള്ളതിൽ നമുക്ക് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് ടെക്നോളജിയിലുണ്ടായ മാറ്റം മൂലം, ട്രാക്ടറുകൾ വന്നത് മൂലം, അല്ലെങ്കിൽ അതുമൂലം പല കർഷകർക്കും അല്ലെങ്കിൽ ടെക്നോളജിയുടെ വരവ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുകയും ചെയ്തു. പോസിറ്റീവായിട്ട് ബാധിക്കുക മീൻസ് അവർക്ക് ഒരു പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, സ്പീഡായിട്ട് അവർക്ക് ഫാമിംഗ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ചിലർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. കാരണം ആകെ ഉണ്ടായിരുന്ന ജോലി പുതിയ ടെക്നോളജി വന്നതോടുകൂടി അതിന് ആളുകളുടെ ആവശ്യം ഇല്ലാതാവുകയും, മുഴുവൻ ആളുകളുടെയുമല്ല, വളരെ കുറഞ്ഞ ആളുകളുടെ ആ ഒരു കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാൻ തരത്തിലുള്ള പെസൻസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ വന്നു എക്കണോമിക് മേഖലയിൽ. അതുപോലെ തന്നെ വില്ലേജ് ആസ് എ പൊളിറ്റിക്കൽ യൂണിറ്റ് എന്നുള്ളതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നത് ഗ്രാസ് റൂട്ട് ഡെമോക്രസിയാണ്. അതായത് സമൂഹത്തിലെ അല്ലെങ്കിൽ കുഗ്രാമത്തിൽ ഉള്ള ആൾക്ക് പോലും എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ടാവുന്ന രൂപത്തിൽ, എല്ലാവർക്കും ഒരു ശബ്ദമുണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മുടെ പോളിസീസ് അപ്പർ ലെവലിൽ എത്തണം, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വോയിസ് അപ്പർ ലെവലിൽ എത്തണം. എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഗ്രാമസഭ പോലെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യക്കൊരു 3 ടയർ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്, TIER. 3 ടയർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 ടയർ, ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തായിരുന്നു. സെക്കൻഡ് ടയർ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. തേർഡ് ടയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്താണ്, ജില്ലാ പഞ്ചായത്ത്.
ഇങ്ങനെ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടയർ സിസ്റ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഏർബനൈസേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ടെക്നോളജിയാണ് ഇതിനൊക്കെ കാരണമായത്. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം ഇതിന് കാരണമായി. അതുപോലെ തന്നെ ഒരു ഏർബൻ ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പോപ്പുലേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 5,000 പീപ്പിളാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒക്യുപ്പേഷൻ 75% നോൺ അഗ്രികൾച്ചറൽ വർക്കിംഗ് പോപ്പുലേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അതായത് 75% ആളുകൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെടാത്ത മേഖലയിൽ കുറച്ച് ഹയർ പ്രൊഫഷനിലുള്ള ആളുകൾ ആയിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മോഡേൺ ഫെസിലിറ്റീസ് വേണം. ഇതൊക്കെ ഏർബനൈസേഷൻ്റെ പ്രത്യേകതകളാണ്. ട്രാൻസ്പോർട്ടേഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏർബനൈസേഷൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ്. ഇനി നമുക്ക് ലിറ്റിൽ ട്രഡീഷനും ഗ്രേറ്റ് ട്രഡീഷനും അല്ലെങ്കിൽ ലിറ്റിൽ കൾച്ചറും ഹൈ കൾച്ചറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ലിറ്റിൽ കൾച്ചർ അല്ലെങ്കിൽ ലിറ്റിൽ ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പീസ് ആൻഡ് കൾച്ചറിനെയാണ്. അല്ലെങ്കിൽ കർഷകരുടെ ലിറ്ററേച്ചർ, അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ, അവരുടെ വർക്കുകൾ, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റംസ്, അവരുടെ രീതികൾ, ഇതൊക്കെ ലിറ്റിൽ ട്രഡീഷനിൽ പെടും. പക്ഷേ ഗ്രേറ്റ് ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈലി എലൈറ്റ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൻ്റെ നല്ല വിദ്യാഭ്യാസമുള്ളവരുടെ അവരുടെ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ, ഇതൊക്കെ ഗ്രേറ്റ് ട്രഡീഷനിൽ പെടും. ഗ്രേറ്റ് ട്രഡീഷനിൽ കൂടാതെ റിലീജിയസ് ടെക്സ്റ്റുകളായിട്ടുള്ള രാമായണ, മഹാഭാരത, സ്ക്രിപ്ചേഴ്സ്, വേദാസ്, ഇതൊക്കെ ഗ്രേറ്റ് ട്രഡീഷനിൽ പെടുന്നതാണ്. ഇനി നമുക്ക് പെട്രോക്ലൈസേഷനും യൂണിവേഴ്സലൈസേഷനും എന്താണെന്ന് നോക്കാം. പെട്രോക്ലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേജർ ട്രഡീഷൻ അല്ലെങ്കിൽ ഹയർ ട്രഡീഷന് ലോവർ ട്രഡീഷനിലായിട്ട് മാറുന്ന ഒരു വിശേഷമാണ് പെട്രോക്ലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മേജർ സിറ്റികളിലൊക്കെ നടക്കുന്ന ആഘോഷങ്ങൾ അത് ലോക്കൽ അല്ലെങ്കിൽ വില്ലേജ് ലെവലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അതിലേക്ക് കൂടി വരാം, അവിടെ കൂടി ആഘോഷിക്കപ്പെടാം എന്നുള്ളത് പെട്രോക്ലൈസേഷൻ്റെ എക്സാമ്പിൾ. നവരാത്രി ഒരു എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ തന്നെ യൂണിവേഴ്സലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിറ്റിൽ ട്രഡീഷൻ ഗ്രേറ്റ് ട്രഡീഷൻ ആവുന്ന അവസ്ഥയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. യൂണിവേഴ്സലൈസേഷന് നേരെ ഓപ്പോസിറ്റാണ് പെട്രോക്ലൈസേഷൻ. ദീപാവലി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ചെറിയ ട്രഡീഷൻസ് അത് യൂണിവേഴ്സലായിട്ട് മാറാം, വലിയ ട്രഡീഷൻസായിട്ട് അല്ലെങ്കിൽ വലിയ സിറ്റികളിലേക്ക് ലോക്കൽ ലെവലിലുള്ള ആഘോഷങ്ങളൊക്കെ സിറ്റികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാമെന്നുള്ളത്. സോ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡോളജി എന്താണെന്ന് നോക്കാം. ഇൻഡോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തറോ എക്സാമിനേഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ്. അത് ടെക്സ്റ്റുകളിലെ ഇന്ത്യൻ ടെക്സ്റ്റുകളെ കുറിച്ചുള്ള പഠനമാവാം. ഇന്ത്യയിലുള്ള കസ്റ്റംസ്, ട്രഡീഷൻസ്, ബിലീഫ് സിസ്റ്റം, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളാകാം. ഇൻഡോളജിസ്റ്റുകൾ പലപ്പോഴും ഇന്ത്യക്കാർ ആവണമെന്നില്ല, പലപ്പോഴും വെസ്റ്റേൺ സ്കോളേഴ്സും ഇൻഡോളജിസ്റ്റുകളാവും. അതായത് ഇന്ത്യയെക്കുറിച്ച് ആരാണോ പഠിക്കുന്നത് അതിനുള്ള ഇന്ത്യയുടെ പാസ്റ്റും അതുപോലെ തന്നെ ട്രഡീഷൻസൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് ഇൻഡോളജി എന്ന് അറിയപ്പെടുന്നത്. ഇൻഡോളജിസ്റ്റുകളുടെ എക്സാമ്പിളാണ് AK കുമാരസ്വാമി, അതുപോലെ തന്നെ കമാൽ മുഖർജി, ഇവരൊക്കെ. ഇൻഡോളജി ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കൊരു റിച്ച് പാസ്റ്റ് ഉണ്ടായിരുന്നു. അവർ കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മസ്റ്റ് റിട്ടേൺ ടു സ്റ്റഡി ദ സൈക്രഡ് സ്ക്രിപ്ചേഴ്സ്. അതായത് എല്ലാ സ്ക്രിപ്ചേഴ്സും, എല്ലാ വേദങ്ങളും, എല്ലാ റിലീജിയസ് ടെക്സ്റ്റുകളും വായിക്കണം. അതുപോലെ തന്നെ അവർ ദേ പ്രൊമോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സ്റ്റഡി സംസ്കൃത്, പേർഷ്യൻ, പോയട്രി ആൻഡ് ലിറ്ററേച്ചർ. അപ്പം നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട എല്ലാ ലാംഗ്വേജുകളും പഠിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാക്സിമം എൻകറേജ് ചെയ്യണം എന്നുള്ള ഇതൊക്കെ അവർ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യ ഒരു നേഷൻ സ്റ്റേറ്റ് ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് നേഷൻ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഒരു രാജ്യത്ത് അതിന് ക്ലിയർ കട്ട് ബൗണ്ടറികൾ വേണം, ഒരു ബൗണ്ടറി വേണം, ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ബൗണ്ടറി വേണം. അത് ഇന്ത്യക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റം വേണം, അതും ഇന്ത്യക്കുണ്ട്. ഒരു റിജിഡ് ഗുഡ് പൊളിറ്റിക്കൽ ഫ്രെയിം വർക്ക് വേണം, അതും ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇമിഗ്രൻസ് ഉണ്ടാവരുത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ക്വാളിറ്റീസ് എല്ലാം, ഈ ഒരു ക്രൈറ്റീരിയാസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു നേഷൻ സ്റ്റേറ്റിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഒരുപാട് ലാംഗ്വേജുകളുണ്ടെങ്കിലും, ഒരുപാട് ഡിഫറൻസസുകളുണ്ടെങ്കിലും, വ്യത്യാസങ്ങളുണ്ടെങ്കിലും, ജാതി മതഭേദമന്യേ ആളുകൾ ഒരു ബ്രദർഹുഡ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതുപോലെ തന്നെ പ്ലൂരാലിറ്റി, ഒരുപാട് ബഹുസ്വരത ഇന്ത്യയുടെ ഒരു സവിശേഷതയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ഇന്ത്യ ഒരു നേഷൻ സ്റ്റേറ്റ് ആണെന്ന്. ഒരുപാട് ലാംഗ്വേജുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കോമൺ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി, അതുപോലെ തന്നെ സെക്കൻഡറി ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഇതിൻ്റെയൊക്കെ ബേസിസിൽ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക വിധം രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു സവിശേഷതയാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ക്ലിയർ കട്ട് ബൗണ്ടറി ഉണ്ട്, ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ഉണ്ട്. സോ ഇന്ത്യ ഒരു നേഷൻ സ്റ്റേറ്റിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇന്ത്യയിൽ 29 സ്റ്റേറ്റ്സും അതുപോലെ തന്നെ 7 യൂണിയൻ ടെറിട്ടറീസുമാണുള്ളത്. നാഷണൽ ഫ്ലാഗ് ഉണ്ട്, നാഷണൽ ആന്തം ഉണ്ട്, അതുപോലെ തന്നെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇന്ത്യ ലാർജസ്റ്റ് ഡെമോക്രസി ഓഫ് ദ വേൾഡ് എന്നുള്ള സവിശേഷതയ്ക്ക് അർഹമായിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുപോലെ ഇന്ത്യയിലെ റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഒരുപാട് മതങ്ങൾ, മെയിൻലി മുസ്ലിം, ഹിന്ദു, ബുദ്ധിസ്റ്റ്, സിഖ്, ജൈന, ഒരുപാട് മതങ്ങൾ ഇവർ ഒറ്റ നേഷൻ്റെ കീഴിൽ വളരെ ബ്രദർഹുഡോടുകൂടി, സിസ്റ്റർഹുഡോടുകൂടി വർത്തിക്കുന്ന ഒരു രാജ്യമാണ്. പലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിനൊക്കെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, പ്ലൂരലിസം എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. ബട്ട് ഇന്ത്യ ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആയിരുന്നു ബ്രിട്ടീഷ് വരവിൻ്റെ മുന്നേ. ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളനിയാക്കി ഭരിക്കുന്നതിൻ്റെ അതിൻ്റെ പാസ്റ്റിൽ ഇന്ത്യ ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആയിരുന്നു. ഇന്ത്യക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. പലരും ചേരിതിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുകയും ഒരുപാട് കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്ത് ഇന്ത്യ ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിൽ നിന്നും സ്റ്റേറ്റ് സൊസൈറ്റിയിലേക്ക് മാറുകയും ഒരു നേഷൻ സ്റ്റേറ്റിലേക്ക് മാറുകയുമാണ് ചെയ്തത്. കാരണം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഡിഫറൻസസും മാറ്റിവെച്ചുകൊണ്ട്, മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഉണ്ടായിരുന്ന എല്ലാ വ്യത്യാസങ്ങളും അവർ മറന്നുകൊണ്ട് അവർ ഒറ്റ മൈൻഡോടുകൂടി, ഒരു മനസ്സോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുള്ളൊരു മനസ്സോടുകൂടി അവരുടെ ലക്ഷ്യങ്ങളൊന്നാവുകയും അങ്ങനെ മനസ്സുകളൊന്നാവുകയും യൂണിറ്റി ഓഫ് മൈൻഡ്സ്, ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ ഫേമസ് സ്പീച്ചായിട്ടുള്ള യൂണിറ്റി ഓഫ് മൈൻഡ്സിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യ ഒറ്റക്കെട്ടാവുകയും ഈ ഒരു പ്രവണത ഇന്ത്യ ഒരു നേഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. ബട്ട് കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അത് എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കണ്ടത് എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും എതിർപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടായിരുന്ന ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെയായിരുന്നു അവർക്ക് എതിർപ്പുണ്ടായിരുന്നത്. സോ അവർ ഒരുപാട് മിഷനറീസിനെ അയക്കുകയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു പ്രവണതയുണ്ടാവുകയും ചെയ്തു. ആളുകളെ അതിലേക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മിഷനറീസിനെ പറഞ്ഞയക്കുകയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവർ നിർബന്ധമാക്കുകയും ചെയ്തു. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആവണം എന്നുള്ള
സെക്കൻഡറി ലാംഗ്വേജ് ഇംഗ്ലീഷ് ആവണമെന്നുള്ള ഒരു നിർബന്ധം കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ പിന്നീട് അവർ മെയിൻ ലാംഗ്വേജും ഇംഗ്ലീഷ് ആയിരിക്കണം, ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. പലപ്പോഴും അവർ ക്ലറിക്കൽ ജോബുകൾ, ക്ലർക്കുകളായിട്ടൊക്കെ ഇന്ത്യക്കാരെ നിയമിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുകയും തന്ത്രപൂർവം അവരെ ആ ഒരു സംസ്കാരത്തിലേക്ക്, ഇംഗ്ലീഷ് സംസ്കാരത്തിലേക്ക് നയിക്കുകയും സംസ്കൃത് പോലെയുള്ള ലാംഗ്വേജുകൾ അല്ലെങ്കിൽ മദർ ടങ്ങുകൾ അവർ മാതൃഭാഷകളൊക്കെ അവർ മാക്സിമം ഡിസ്കറേജ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനെ പല പ്രസ്ഥാനങ്ങളിലൂടെയും മഹാത്മാഗാന്ധി പോലെയുള്ള, ജവഹർലാൽ നെഹ്റു പോലെയുള്ള, ഡോക്ടർ APJ അബ്ദുൽ കലാം പോലെയുള്ള നേതാക്കൾ എതിർക്കുകയും ഒറ്റക്കെട്ടായിട്ട് അവർ ഇതിനെ നേരിടുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സിലൂടെ അവർ ഇന്ത്യയുടെ യശസ് ഉയർത്തുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു. കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും, അതായത് ഈ ഫോർവർണ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, ശൂദ്രാസ്, വൈശ്യർ, ശൂദ്രാസ്, അതുപോലെ അൺടച്ചബിൾസ് എന്നുള്ള ഈ ഒരു കാറ്റഗറൈസേഷനെ തന്നെ ബ്രിട്ടീഷുകാർ എതിർക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായി അവർ നിയമങ്ങൾ കൊണ്ടുവന്നു. അതായിരുന്നു കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. കോളനിസ്റ്റുകൾ, ബ്രിട്ടീഷുകാർ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ റെയിൽവേസ്, ടെലിഗ്രാഫ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഒരുപാട് ടെക്നോളജിക്കലി അവർ അഡ്വാൻസ്മെൻ്റ് ആക്കി എന്നുള്ള ഒരു സവിശേഷത ഒഴിച്ചാൽ ബാക്കി വരുന്ന കാര്യങ്ങൾ അവർ ഇന്ത്യക്കാരെ മാക്സിമം അവരുടെ മദർ ടങ് പഠിക്കുന്നതിന് ഡിസ്കറേജ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ യൂണിറ്റിയെ തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് വിജയിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു റെയിൽവേസ്, അതുപോലെ തന്നെ പല നെറ്റ്വർക്കുകളും കൊണ്ടുവന്നത്. ഓൾമോസ്റ്റ് 200 years, 200 വർഷക്കാലം ഇന്ത്യയെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർ 17th സെഞ്ച്വറിയുടെ ആ ഒരു ആരംഭത്തിലാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. പിന്നീട് അവർ ഇവിടം വിടുന്നത് 1947 നമുക്കറിയാം. ഇവർ ഇവിടെ വരാനുണ്ടായിട്ടുള്ള കാരണം, അതായത് ബ്രിട്ടീഷുകാർ മാത്രമല്ല, യൂറോപ്പ് മൊത്തം, അതായത് ഫ്രാൻസ്, അതുപോലെ തന്നെ ഡച്ചുകാർ, ഇവരൊക്കെ ഇവിടെ വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ വെൽത്ത് കണ്ടിട്ടാണ്, ഇന്ത്യയുടെ ആ ഒരു സമ്പത്ത് കണ്ടിട്ട്. അപ്പോൾ ഇന്ത്യക്കൊരു റിച്ച് പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥിതികൾ തകരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അവർ ഇന്ത്യയിലേക്ക് പാഞ്ഞെടുക്കുന്നത്. ഭൂവുടമകൾക്ക്, അതായത് അരിസ്റ്റോക്രസിയൊക്കെ തകരുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യയിലേക്ക് അവർ വരുന്നത്. അങ്ങനെ അവർ ഇന്ത്യയെ കോളനിയാക്കുകയും, അതുപോലെ തന്നെ മറ്റൊരു സവിശേഷതയാണ് എൻലൈറ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു കാര്യം. എൻലൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും ഇതൊക്കെ അവർക്ക് അവരുടെ രാജ്യത്ത് നിലനിൽപ്പ് ഇല്ലാതായ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അവർ ഇന്ത്യയെ തേടി വരുന്നത്. കോമൺ പീപ്പിളിന് അധികാരം കിട്ടുകയും, കോമൺ പീപ്പിളിന് ഈക്വാലിറ്റി കിട്ടുകയും സമത്വം കിട്ടുകയും, അതുപോലെ തന്നെ ഭൂവുടമകൾക്ക് മാത്രമല്ല ഈ ഒരു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്ത് സ്ഥാനമെന്ന് അവർ കുത്തകകൾ തകർക്കാൻ, കോമൺ പീപ്പിൾ കുത്തകകൾ, മൊണോപ്പൊളീസ് തകർക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരിങ്ങോട്ട് ചേക്കേറി വരുന്നത്. അങ്ങനെ ഇന്ത്യയെ അവർ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള തന്ത്രത്തിൽ, ആദ്യം അവർക്ക് ഈ ഒരു തന്ത്രമില്ലായിരുന്നു. അവർ ഡയറക്റ്റ് അവരുടെ പോളിസീസ് ഇമ്പോസ് ചെയ്യിപ്പിക്കുകയും പിന്നീട് ഡിവൈഡ് ആൻഡ് റൂൾ, ഹിന്ദു മുസ്ലിം യൂണിറ്റിയൊക്കെ തകർക്കുന്ന രൂപത്തിൽ അവർ ഇന്ത്യയെ വേട്ടയാടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ഇന്ത്യയിലെ ഹാൻഡ് ക്രാഫ്റ്റ് ഇൻഡസ്ട്രി പാടെ തകർന്നു എന്ന് പറയാം. കാരണം അവർ ബ്രിട്ടനിലെ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെഷീൻ ബേസ്ഡ് ആയിരുന്നു.
അതുപോലെ തന്നെ അവർ യൂറോപ്പുകാർ ഡച്ചുകാർ മെയിൻലി അവർ കാഷ്യൂ ക്രോപ്സ് ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ മെയിനായിട്ട് കൊണ്ടുവന്ന ഒരു സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് 3 മൂവ്മെൻറ്റ്സിന് ജമീന്ദാരി സിസ്റ്റം, ജമീന്ദാരി ആക്ട്, അതുപോലെ തന്നെ റയറ്റ്വാരി ആൻഡ് മഹൽവാരി ആക്ട്. ജമീന്ദാരി സിസ്റ്റം ആദ്യം ഉണ്ടായിരുന്നത്, ജമീന്ദാരി സിസ്റ്റം ഇവർ അബോളിഷ് ചെയ്തു എന്നുള്ള നല്ല കാര്യമാണ്. ജമീന്ദാരി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട കർഷകർ തോട്ടങ്ങളിൽ പണിയെടുക്കുകയും ഇതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പം ഈ ടാക്സ് അതിൻ്റെ ഒരു മധ്യവർത്തിയായിട്ട് അതിൻ്റെ ഇടയിൽ വർത്തിക്കുന്ന ആളുകളാണ് ജമീന്ദാർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജമീന്ദാരി സിസ്റ്റം ബ്രിട്ടീഷുകാർ അവർ അബോളിഷ് ചെയ്തു. അപ്പം ഇതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് പാവപ്പെട്ട കർഷകർ അമിതമായിട്ടുള്ള അവരുടെ പാവപ്പെട്ട കർഷകരുടെ വേതനം, അതുപോലെ തന്നെ അവർക്ക് മിച്ചമില്ലാത്ത രീതിയിൽ അവർക്ക് ജമീന്ദാറിന് കൊടുക്കുകയും ഈ ജമീന്ദാറുകൾ ഈ ക്യാഷ് മൊത്തം ഗവൺമെൻറ്റിന് കൊടുക്കാതെ അതിൻ്റെ വിഹിതം ഇവരിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു. അമിതമായിട്ടുള്ള വിഹിതം പാവപ്പെട്ട കർഷകരിൽ നിന്നും അവർ ഈടാക്കുകയും ചെയ്തു. അങ്ങനെ ജമീന്ദാരി സിസ്റ്റം ബ്രിട്ടീഷുകാർ ഭരണാധികാരികൾ അവർ തുടച്ചു നീക്കി. അതുപോലെ തന്നെ റൈറ്റ്വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നേരിട്ട് ഇവരോട് ക്യാഷ് സ്വരൂപിക്കുക അല്ലെങ്കിൽ ടാക്സ് റവന്യൂ സ്വരൂപിക്കുക എന്നുള്ളത്. പിന്നെ ഒന്നാണ് മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത്. മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു. മഹൽവാരി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാമങ്ങളുടെ ഒരു സംഹിത എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗ്രാമങ്ങൾ, ഈ ഒരു ഒറ്റ ഗ്രാമത്തലവനെ ഈ ടാക്സ് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഗ്രാമത്തലവൻ ഗവൺമെൻറ്റിന് നേരിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മറ്റൊരു റൂളായിരുന്നു ന്യൂ പീനൽ കോഡ്സ്, ശിക്ഷാരീതികൾ. ഇതൊക്കെ അവർ ഇന്ത്യയുടെ മുഴുവൻ റൂൾസൊക്കെ റീറൈറ്റ് ചെയ്തു അവർ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു മക്കുലെ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഈ മിനിറ്റ്സിൽ അവർ പറയുന്നത് ഇംഗ്ലീഷ് ആസ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന രീതി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ റൂൾ കൊണ്ടുവരികയാണ്. ഇത് സംസ്കൃത്, പേർഷ്യൻ ലാംഗ്വേജുകളൊക്കെ റീപ്ലേസ് ചെയ്തു എന്നുള്ളത് ഇന്ത്യക്ക് വളരെ തിരിച്ചടിയായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് എംപയേഴ്സ് ഇന്ത്യയിൽ കടന്നു പോയിട്ടുണ്ട്. അശോക സാമ്രാജ്യം, അതുപോലെ തന്നെ സമുദ്രഗുപ്ത, അക്ബർ ചക്രവർത്തി, ഇവരൊക്കെ ഇന്ത്യയെ പൊളിറ്റിക്കലി യൂണിഫൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ലീഗലി അവർ കൊണ്ടുവന്ന ചില മാറ്റങ്ങളാണ് കറൻസി സിസ്റ്റം അവർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒരുപാട് ലാൻഡ് ആക്റ്റുകൾ കൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞ റയറ്റ്വാരി, മഹൽവാരി, അതുപോലെ തന്നെ ജമീന്ദാരി ആക്റ്റുകളൊക്കെ കൊണ്ടുവന്നു. എക്കണോമിക്കലി ഫോറിൻ ട്രേഡുകൾ വർദ്ധിച്ചു. ന്യൂ ടാക്സ് സിസ്റ്റം നിലവിൽ വന്നു. കാർഷിക രംഗത്തുള്ള ഒരു ലാഡറായിരുന്നു മാലിക് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന കർഷകൻ, കിസാൻ എന്ന് പറയുന്നത് വർക്കിംഗ് പെസൻസ്, അതുപോലെ മസ്ദൂർ എന്ന് പറയുന്നത് ലേബറേഴ്സ് ആയിരുന്നു. ട്രൈബ്സ് നമുക്കറിയാം ആദിവാസി ജനവിഭാഗങ്ങൾ. ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരുപാട് വിഭാഗങ്ങൾ നമുക്കറിയാം. ഇരുളർ, പണിയർ, സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആദിവാസി ജനവിഭാഗങ്ങൾ ഒരുപാടുള്ളതായിട്ട് നമുക്കറിയാം. മുണ്ട, കൊന്ത്, ഓഞ്ചസ്, ജാരവാസ്, ഇങ്ങനെ ഒരുപാട് ആദിവാസി ജനവിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് കറക്റ്റ് റിച്വൽസ്, അവരുടെ അനുഷ്ഠാനങ്ങളുണ്ട്. അതിൽ മുണ്ട ആൻഡ് കൊന്ത് എന്ന് പറയുന്നത് അവർക്കൊരു സോങ് തന്നെയുണ്ട്. മുണ്ട സോങ് എന്ന് പറയുന്നത് ബേർത്ത് സോങ് ആണ്. അതായത് അവർ വിശ്വസിക്കുന്നത് ഒരു ആൺകുട്ടി ജനിച്ചാൽ അവിടെ കൗഷഡ് ഡിപ്ലീറ്റ് ആവുന്നതാണ്. അതായത് പ്രോസ്പെരിറ്റി ഇല്ലാതാവും, അവരുടെ ആല തകരും, മീൻസ് അവരുടെ വരുമാന മാർഗം നശിക്കുമെന്നുള്ളൊരു സൂപ്പർസ്റ്റിഷനാണ് അവർക്കുള്ളത്.
പക്ഷേ പെൺകുട്ടി ജനിച്ചാൽ ഇഫ് എ ഡോട്ടർ ഈസ് ബോൺ അവർ വിശ്വസിക്കുന്നത് ബിലീവ് അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൗഷഡ് വിൽ ഫില്ലപ്പ്, അവരുടെ സമ്പത്ത് നിറയും, വെൽത്ത് വിൽ കം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നെ കൊന്ത് വിഭാഗങ്ങളുണ്ട്. കൊന്ത് വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്സിൽപ്പെട്ട ആളുകളുണ്ട്. അവർ വിശ്വസിക്കുന്നത് അവരുടെ ഒരു ഡെത്ത് സോങ് ഉണ്ട്. അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ റിലേറ്റീവ്സൊക്കെ മരിച്ചാൽ അവരുടെ ആത്മാക്കൾ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുമെന്നാണ്. അവരുടെ ബോഡി, ഫിസിക്കൽ ബോഡി അവർ വറി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ വിശ്വസിക്കുന്നത് ഈ ഒരു അവരുടെ സോള്, മരിച്ചവരുടെ ആത്മാക്കൾ ഇവിടെ ഇങ്ങനെ കറങ്ങിത്തിരിയുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് പെയിൻ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ അവർ മരിച്ച ദിവസം ഒരു ബേബി ഫൗളിനെ തരാം, ഒരു കോഴിക്കുഞ്ഞിനെ തരാം, നിങ്ങളൊന്ന് വിട്ടുപോകൂ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അവരുടെ കൊന്ത് വിഭാഗങ്ങളുടെ. അവർക്ക് ഒരുപാട് ഡാൻസുകൾ, അവർക്ക് ഒരുപാട് സിസ്റ്റമുണ്ട്, റിച്വൽസ് ഉണ്ട്. സാധാ ജനവിഭാഗങ്ങളെ നിന്ന് വ്യത്യസ്തമായിട്ട്, സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഒരുപാട് അനുഷ്ഠാനങ്ങൾ കൂടുതലാണ്. നൃത്തങ്ങൾ, ഡാൻസുകൾ, അതുപോലെ തന്നെ അവരുടെ ജോലികളെന്ന് പറയുന്നത് പലപ്പോഴും അവർ ഫുഡ് ഗ്യാദറേഴ്സ് ആവും, നല്ല ഹണ്ടേഴ്സ് ആവും, ഷാർപ്പ് ഹണ്ടേഴ്സ് ആവും, അതുപോലെ തന്നെ നല്ല കൾട്ടിവേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഔട്ട്സൈഡ് കോണ്ടാക്റ്റുകളുള്ള ആളുകളുമുണ്ട്. ഈ നല്ല പുറമേയുള്ള ആളുകളുമായിട്ട് നല്ല കോണ്ടാക്റ്റുകളുള്ള ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇതിൽ ചോഡ എന്നുള്ള തമിഴ്നാട്ടിലുള്ള ഒരു ഗോത്ര വിഭാഗമുണ്ട്. ജനു കുറുംബ എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. അവർ ഫുഡ് ഗ്യാദറിങ് ട്രൈബാണ്. അതുപോലെ തന്നെ ടെമ്പിൾസിലൊക്കെ ഫെസ്റ്റിവൽ ഉണ്ടാകുമ്പോൾ എലഫൻസിന് കൊടുക്കുന്ന വിഭാഗങ്ങളാണ്. ഔട്ട്സൈഡ് കോണ്ടാക്റ്റുകളിൽ ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ആദിവാസികൾ പലപ്പോഴും ഭയക്കുന്നത് മോഡേണൈസേഷൻ എന്നുള്ള വ്യാജേന, മോഡേണൈസേഷൻ്റെ ഒരു ഫലമായിട്ട് അവർ പലപ്പോഴും ജനവിഭാഗങ്ങൾ അങ്ങോട്ട് കടക്കുകയും എന്നാൽ കോർപ്പറേറ്റ് ബുദ്ധിയോടുകൂടി അതിനെ കാണുകയും ഈവൻ ഗവൺമെൻറ് പോലും അവിടെ വികസനം എന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും അവർക്ക് ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് നഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥാവിശേഷം അവർ ഭയക്കുകയും ചെയ്യുന്നു ആദിവാസികൾ. ജിയോഗ്രഫിക്കലി, റേഷ്യലി ആൻഡ് ലിംഗ്വിസ്റ്റിക്കലി നമുക്ക് ഇവരെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഹിമാലയത്തിൽ ജീവിക്കുന്ന നാഗ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ മിഡിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുന്ത വിഭാഗങ്ങൾ, അതുപോലെ വെസ്റ്റേൺ ഇന്ത്യയിൽ ജീവിക്കുന്ന ഭിൽ വിഭാഗങ്ങൾ, ഭിൽ ഓഞ്ച് വിഭാഗങ്ങൾ, ബേ ഓഫ് ബംഗാളിൻ്റെ തൊട്ടുരുമി കൊണ്ട് ജീവിക്കുന്ന ഓഞ്ച് വിഭാഗങ്ങൾ, അതുപോലെ തന്നെ റേഷ്യലി അവരുടെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. മെയിനായിട്ട് 3 റേഷ്യൽ ഡിവിഷൻസ് ആണുള്ളത്. പ്രോട്ടോ ഓസ്ട്രലോയിഡ്സിൻ്റെ സവിശേഷതയാണ് അവർക്ക് ഡാർക്ക് സ്കിന്നാണ്. അതുപോലെ തന്നെ ചെറിയ നെറ്റി, ലോവർ ഫോർഹെഡ്, അതുപോലെ തന്നെ സങ്കൺ നോസ്, കുഴിഞ്ഞ മൂക്കുകൾ. ഗൊണ്ട്, മുന്ത വിഭാഗങ്ങൾ ഇവർക്ക് എക്സാമ്പിളാണ് പ്രോട്ടോ ഓസ്ട്രലോയിഡ്സിന്. അതുപോലെ തന്നെ മംഗ്ലോയിഡ്സിൻ്റെ ലൈറ്റ് സ്കിന്നാണ്, പൂർണ്ണമായും ഡാർക്കല്ല, ലൈറ്റ് സ്കിന്നാണ്. അതുപോലെ തന്നെ വലിയ നെറ്റിയും വലിയ ഹെഡുമാണ് അവർക്കുണ്ടാകുക. അതുപോലെ തന്നെ അവരുടെ കൺപോളകൾ കുറച്ച് ഫോൾട്ടഡ് ആയിരിക്കും. ഇതൊക്കെ ഈ ഒരു മംഗ്ലോയിഡ്സിൻ്റെ പ്രത്യേകതയാണ്, മംഗ്ലോയിഡ്സിൻ്റെ സവിശേഷതയാണ്. നാസ, ഖാസി എന്നുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ഇതിന് എക്സാമ്പിൾസാണ്. അതുപോലെ തന്നെ നെഗ്രിറ്റോ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡാർക്ക് സ്കിന്നാവും. അതുപോലെ തന്നെ റൗണ്ട് ഹെഡാണ് അവർക്ക് ഉണ്ടാവുക. ഓഞ്ചസ് ജാരവാസ്, ഈ ഗോത്ര വിഭാഗങ്ങൾ നെഗ്രിറ്റോ വംശജർക്ക് എക്സാമ്പിൾസാണ്. ഇവർ പരസ്പരം എൻഡോഗാമസ് മാരേജിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഗോത്ര വിഭാഗങ്ങൾ എൻഡോഗാമസ് മീൻസ് വിത്തിൻ, അതായത് അവരുടെ ട്രൈബിൽ നിന്നുള്ള ആളുകൾ തന്നെ പരസ്പരം വിവാഹം കഴിക്കുക എന്നുള്ള ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ജീവിക്കുന്ന ഗോണ്ട് ആർട്ട് അവരുടെ വരുമാന മാർഗമാക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ആർട്ടായിരുന്നു ഗോണ്ട് ആർട്ട് എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കൽ ലൈൻസ്, ഡോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് പല ചിത്രങ്ങളും ട്രീസിൻ്റെ, ആനിമൽസിൻ്റെ, അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള അവർ ഇത്തരം പിക്ചറുകൾ വരയ്ക്കുകയും ഇതിനെ ഗോണ്ട് ആർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും ആർട്ടിസ്റ്റുകളും ഈ ഒരു ട്രൈബൽ വിഭാഗത്തിൽ നല്ല നൈപുണ്യമുള്ള ആർട്ടിസ്റ്റുകളും
ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ. പല ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ഇടയിലും കമ്മ്യൂണിറ്റി ഫ്യൂഡ് എന്നുള്ള ഒരു സിസ്റ്റമുണ്ട്. കമ്മ്യൂണിറ്റി ഫ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടിപ്പക. അതായത് ആ ഒരു ട്രൈബിൽപ്പെട്ട ആരെങ്കിലും മറ്റ് ട്രൈബിൽപ്പെട്ട ആളുകൾ ആക്രമിച്ചാൽ ആ മറ്റ് ട്രൈബിൽപ്പെട്ട ആളുകളെ ആരാണോ ആക്രമിച്ചത് അവരെ മൊത്തം ആ ഒരു ട്രൈബിനെ മൊത്തം ഇവരാക്രമിക്കാൻ പോവുക. അതാണ് കമ്മ്യൂണിറ്റി ഫ്യൂഡ് എന്ന് പറയുന്നത്, കുടിപ്പക. അതുപോലെ തന്നെ മെട്രിലീനിയൽ സിസ്റ്റം അവലംബിക്കുന്ന അല്ലെങ്കിൽ മരുമക്കത്തായൻ സിസ്റ്റം അവലംബിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഗോത്ര വിഭാഗങ്ങളുണ്ട്, ആദിവാസി വിഭാഗങ്ങൾ. മെട്രിലിയൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാവിന് തീരെ അധികാരമില്ലാത്ത, അല്ലെങ്കിൽ മക്കളുടെ മേൽ പിതാവിന് വലിയൊരു നിയന്ത്രണം സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ വീട്ടിലെ ഒരു നോമിനൽ ഹെഡ് മാത്രമായിട്ട് പിതാവ് മാറുകയും പൂർണ്ണ അധികാരം, മക്കളുടെ മേലുള്ള പൂർണ്ണ അധികാരം തൻ്റെ വൈഫിൻ്റെ ആങ്ങള, അതായത് അമ്മാവന്മാർക്കാണ്. അപ്പോൾ അമ്മാവന്മാർക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ള, അങ്കിൾസിന് പൂർണ്ണമായിട്ട് അധികാരമുള്ള ഒരു സിസ്റ്റമാണ് മരുമക്കത്താൻ സിസ്റ്റം. അതുപോലെ തന്നെ ഈ അനന്തരാവകാശം കൊടുക്കുന്ന ഡോട്ടേഴ്സിനാണ്. അതുപോലെ ഇൻഹെറിറ്റൻസ് നൽകുന്നത് അമ്മാവന്മാരാണ്. സോ മെട്രീലിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുറച്ചെറുക്കൻ, മുറപ്പെണ്ണ് സിസ്റ്റവും ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഒട്ടുമിക്ക ട്രൈബൽ ഗ്രൂപ്പ്സും അവർ പെസൻസ് ആയിട്ടും അതുപോലെ തന്നെ കാറ്റിൽ ഹെഡേഴ്സ് മീൻസ് കന്നുകാലികളെ നോക്കുന്നവരെ പരിപാലിക്കുന്നവരായിട്ടും കാണപ്പെടാറുണ്ട്. അനന്തരാവകാശം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്.